ഹലോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊരു യാത്ര പോയാലോ? ഇത് ഞാൻ പോയൊരു യാത്രയുടെ വ്ളോഗാണ്. ഈ വ്ളോഗിലൂടെ നിങ്ങളും എൻ്റെ ഒപ്പം യാത്ര ചെയ്യണം. അതിനു മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം, നിങ്ങൾ ഷെയർ ഇടണം. അയ്യോ, എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? ഷെയർ ഇടണ്ട, നിങ്ങൾ ഷെയർ ചെയ്താൽ മതിയടാ. നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ ഈ കമൻറ്റ് ഇടണമെന്ന് പറയുന്നത്, നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷം വരുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കമൻറ്റ് ഇടുക. എനിവേ, നമ്മുടെ വീഡിയോയിലോട്ട് പോയാൽ ഇത് നമ്മുടെ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് അവർ പേഷ്യൻസിനും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും വേണ്ടി എല്ലാ വർഷവും ഓരോരോ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. കുറേ ടൈപ്പ് പ്രോഗ്രാമുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അവരുടെ ഒരു വൺ ഡേ ട്രിപ്പ്. അതായത് നിങ്ങൾക്കറിയാം, ഇതിനകത്തുള്ളതെല്ലാം പേഷ്യൻസാണ്. ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ കൊണ്ടിട്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെന്ന് വെച്ചാൽ ലോങ് ടൈം യാത്ര ചെയ്യാനോ ഒരിടത്ത് ഒത്തിരി നേരം നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ആപ്റ്റാവുന്ന രീതിയിൽ ഒരുപാട് ദൂരമല്ലാത്ത രീതിയിൽ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു യാത്ര. എത്ര മനോഹരമാണെന്ന് പറഞ്ഞാൽ തീരത്തില്ല. അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയായത് കേട്ടോ. ഞാനതൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറയാം. അതാണല്ലോ ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ആദ്യം പോയത് പന്തളം കുളനടയിലുള്ള ആരോഗ്യ നികേതനിലേക്കാണ്. ആരോഗ്യ നികേതൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു നല്ല മനോഹരമായ പ്ലേസാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ട് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ശേഷം അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിലേക്ക് കയറി പഴയ കുറേ സാധനങ്ങളുടെ കളക്ഷനൊക്കെ കണ്ട് അതിനുശേഷം പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരുന്ന് ഇതിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, എന്താണ് അതിൻ്റെ മോട്ടീവ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. നമ്മൾ ആദ്യം അവിടെ ചെന്നപ്പോൾ അവർക്കൊരു സെക്ഷൻ കൊടുത്തതെന്ന് വെച്ചാൽ ഒരു വാമപ്പായിരുന്നു. ഇത് നമ്മുടെ ആരോഗ്യ നികേതനിലുള്ളവർ തന്നെ കണ്ടക്ട് ചെയ്തതാണ്. അവർ ആ ഒരു മുറിയിലൊക്കെ അടഞ്ഞു ഒതുങ്ങിയിരുന്ന ആളുകൾ പുറത്തോട്ട് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റീസൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു വാമപ്പ്, പാട്ടൊക്കെ പാടി കൈയൊക്കെ കൊട്ടിച്ച് നല്ലൊരു സെക്ഷനായിരുന്നു അത്. ഈ ഒരു അമ്മയെ കണ്ടോ? ഈ അമ്മയെ പോലെ ഈ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ കീഴിലുള്ള എല്ലാവരും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരൊക്കെ എന്നെ ഒരു കുഞ്ഞിനെ പോലെ കാണുന്നതെന്ന് എനിക്ക് ഒരുപാട് തവണ അവരോടൊപ്പം യാത്ര ചെയ്തപ്പോൾ മനസ്സിലായ കാര്യമാണ്. നമ്മുടെ ആശാ വർക്കർമാരാണെങ്കിലും HIമാർ, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ആണെങ്കിലും ഇതിനകത്തിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ഡോക്ടറുണ്ട്. ഡോക്ടറിനോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കോണ്ടാക്റ്റും കമ്മ്യൂണിക്കേഷനും ഉള്ളത് നമ്മുടെ വിനോദ് സാറിനോടാണ്. ഈ വീഡിയോ ലേറ്റ് ആയതിൽ സാറിനോടൊരു ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പന്തളം സുനിൽ ചേട്ടൻ്റെ പാട്ടും പറച്ചിലുമാണ്. ഈ സുനിൽ ചേട്ടനെ വിളിക്കുന്നത് തന്നെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ജയരാജ് സാറായിരുന്നു. അപ്പം സുനിലേട്ടനുമായിട്ട് എനിക്ക് നല്ലൊരു കണക്ഷനുണ്ട്. ചേട്ടനെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ ഫ്ലവേഴ്സ് ചാനലിലൊക്കെ ഒരുപാട് പ്രോഗ്രാമിലൊക്കെ നന്നായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. പുള്ളി തന്നെ മ്യൂസിക് ചെയ്തിട്ടുള്ളൊരു പാട്ടൊക്കെ അവിടെ പാടി കുറേ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ആ ഒരു സെക്ഷൻ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ആ സെക്ഷൻ ഒരുപാട് ചിന്തിക്കാൻ ഉള്ള അവസരം നൽകിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നീട് നമ്മൾ കായംകുളത്തുള്ള KTDCയുടെ ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ നിന്നായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. നല്ല സൂപ്പർ ഫുഡായിരുന്നു. അപ്പം നിങ്ങൾക്കറിയാം പാലിയേറ്റീവിൻ്റെ മോട്ടീവ് എന്താണെന്നറിയാം. ഓൾഡ് ഏജ് ആയിട്ടുള്ള ബെഡിൽ കിടക്കുന്ന രോഗികൾ, അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മമാരൊക്കെ ഉണ്ട്, പെയിൻ കൂടുതലുള്ള പേഷ്യൻസ്, ലൈഫ് എക്സ്പെക്റ്റൻസി കുറവായിട്ടുള്ള കണ്ടീഷനുള്ളവർ, ക്യാൻസർ, കിഡ്നി ഫെയിലർ, ഹേർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ അനുഭവിക്കുന്ന ആളുകളും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അസുഖമുള്ളവരെക്കാട്ടിൽ കൂടുതൽ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അവരെ ട്രീറ്റ് ചെയ്യുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്. നമ്മൾ പിന്നീട് പോയത് സിനിമ കാണാനാണ്. ആട് 3 ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായുള്ളായിരുന്നു ആ ടൈമിൽ. ഇത് നമ്മൾ മാർച്ച് ലാസ്റ്റാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയത്. നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ സിനിമയൊക്കെ കാണാൻ തിയേറ്ററിൽ കയറിയിരുന്നു. പിന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രോഗികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ ഡ്യൂറേഷനിൽ അവരൊരു മുറിയിലൊക്കെ ആയി, അല്ലെങ്കിൽ ചുറ്റുവട്ടത്തൊന്നും ഇറങ്ങാതൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ഇമോഷൻസ് ഒക്കെ ഇൻബാലൻസ് ആകും. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ അതൊക്കെ തുറന്നു വിട്ടൊരവസ്ഥയിലാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പോയ യാത്രയിലുള്ളവരാരും, ഒരു മനുഷ്യരും പരസ്പരം ആരെയും ജഡ്ജ് ചെയ്യാത്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യാത്രയിൽ എനിക്ക് എങ്ങനെ പറയണമെന്നറിയത്തില്ല, നമ്മുടെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളോ നമ്മുടെ വീട്ടിലുള്ളവരോ ഒക്കെ ആയിട്ട് ഒരുമിച്ച് പോകുന്ന അതേ ഒരു ഫീലായിരുന്നു. അപ്പം അത് അങ്ങനെ ആക്കാനായിട്ട് ഒരുപാട് അതിൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും, അത് ഓരോരുത്തരെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ എല്ലാവരും അതുപോലെ ഒരുമിച്ച് നിന്നായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് അഴീക്കൽ ബീച്ചിലേക്കാണ്. അഴീക്കൽ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പോയിട്ടുള്ളതാണ്. എല്ലാവരും ഇതിലെ കടൽ കണ്ടപ്പം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷേ നിങ്ങൾ എൻ്റെ മുഖം കണ്ടറിയാം, ഭയങ്കര ഒരു ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതൊരു യാത്രയുടെ ആയിരിക്കാം.
ഈ ആളെ നിങ്ങൾ കണ്ടോ? ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്കൊക്കെ മാത്രമേ ഡിപ്രഷൻ ഉള്ളൂ, പക്ഷേ ഈ കക്ഷിക്ക് എന്താ ഡിപ്രഷൻ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ദൂരേക്ക് നോക്കി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നു. തിരയെണ്ണുവാണോ അതോ ഇനി ആളുകളെയൊക്കെ നോക്കിയിട്ട് എന്താണ് ആൾ ചിന്തിക്കുന്നത് അറിയത്തില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ചിരിയാണോ സന്തോഷമാണോ എന്തൊക്കെയോ തോന്നി. ഇതൊക്കെയായിരുന്നു ഈ യാത്രയിൽ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.